I'm David Isaac. Nice meeting you. Come on, welcome. Hey, you know, you can talk in English with me. You are convent educated. I am Anglo-Indian. This is Mr. Moidu. This is Dharmadurai. This is Pandian. This is Annamalai. These are your horses, and this is your palace. Welcome. വക്കീലിന്റെ ആള് വന്നിരുന്നു നിങ്ങളെ അന്വേഷിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത്. என் உயிரினும் மேலான நண்பர்களை, நாம் இங்க கூடியிருக்கிறது நம்ம மாஸ்டரோட மகனுக்கு வெல்கம் அழைப்பதற்காக. இங்க கூடியிருக்கிற அனைவருக்கும் என்னோட நன்றிகள் இந்த வணக்கம் தெரிவித்துக் கொள்கிறேன். இந்த மீட்டிங் நாளைக்கு சேஞ்ச் பண்ணியாச்சு. நாளை கூடலாம், டைம் இருக்கு. வாங்க போலாம் போலாம் வாங்க. என்ன பார்த்துட்டு இருக்கு யாரும் வாங்க. ഇനി മോന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അച്ഛനുണ്ട്. എവിടെ എന്റെ മോൻ? രാഹുൽ അവന്റെ ഫാദർ വന്നപ്പോ. ഏത് ഫാദർ? ആ തന്റെ താനും കൂട്ടുന്നു അല്ലേ? ജയൻ, എന്റെ കുട്ടിയെ ഒരു കുതിരക്കാരന്റെ കൂട്ടിലേക്ക് അയക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്റെ അനുവാദമില്ലാതെ അവനെ ആരുടെ കൂടെ അയക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? മാഡം, അദ്ദേഹം ഒരു കോർട്ട് ഓർഡറുമായിട്ടാണ്. കോടതി നിയമമൊക്കെ തന്നേക്കാൾ കൂടുതൽ എനിക്കറിയാമോ? കോർട്ടിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാമായിരുന്നില്ലേ? അച്ഛനെന്ന് പറയുന്ന ഒരാൾ വന്ന് വിളിച്ചപ്പോ കുട്ടി ഭയന്ന് ഉറക്കെ കരഞ്ഞെന്നും നിർബന്ധിച്ച് അയാളുടെ കൂടെ അയച്ചാൽ കുട്ടിയുടെ മാനസിക നില തെറ്റുമെന്നും. മാഡം, നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുട്ടികളെ സത്യസന്ധത പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ, ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ. തന്റെ പ്രിൻസിപ്പൽ സ്ഥാനം എത്ര ദിവസത്തേക്കെന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ കുട്ടിയെ വീണ്ടെടുക്കാൻ എനിക്കറിയാം. രാധിയ വർമ്മയെ തോൽപ്പിച്ചാലുള്ള അനുഭവം എന്തെന്ന് താനും അറിയണം. സിന്ധു, സിന്ധു, തുടരുതന്നെ. ഈ വീട്ടിൽ എച്ചിൽ തിന്നുന്ന നിനക്ക് എന്നെ തടയാൻ അധികാരമില്ല. സിന്ധു, തന്നെ ആരിവിടേക്ക് വിളിച്ചു? ഞാനാണ് വിളിച്ചത്. സിന്ധു. അതെ അമ്മേ. പുറത്തിറങ്ങാൻ അനുവദിക്കാതെ നിങ്ങൾ എനിക്ക് കാവൽ നിർത്തിയ ഗുണ്ടകളുടെയും നിങ്ങളുടെ സെക്രട്ടറി എന്ന് പറയുന്ന ഇയാളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഈ ദിവസം തന്നെ തെരഞ്ഞെടുക്കേണ്ടി വന്നു. സിന്ധു, അകത്ത് പോകൂ. ഈ ഗസ്റ്റുകളുടെ മുമ്പിൽ വെച്ചൊക്കെ എന്നെ അറിയാം. ചിലർ എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. ഐ വാണ്ട് their help to escape from this cage. അവരെന്നെ തടയില്ലെന്നറിയാം. വരൂ ഗൗതം. സിന്ധു! എടാ, കാൽ കാശിന് ഗതിയില്ലാത്ത നീ എന്റെ സ്റ്റാറ്റസ് ഓർക്കാതെ ഇവിടെ ഇവിടെ ഇറക്കിക്കൊണ്ട് പോമോ? കാശ് കൊണ്ടാണ് സ്റ്റാറ്റസ് ഇളക്കുന്നതെങ്കിൽ എനിക്കിപ്പോ നിങ്ങളോടോ ഇല്ല. പ്രവൃത്തി കൊണ്ടാണെങ്കിൽ ജസ്റ്റിസ് ആയിരുന്നിട്ട് ഇവിടുത്തെ ജുഡീഷ്യറിയുടെ പ്യൂരിറ്റി പോലും കളങ്കപ്പെടുത്തിയതിന്റെ പേരിൽ പുറന്തള്ളപ്പെട്ട പാരമ്പര്യവും പിന്നീട് ലിക്കർ ലോബിയും വനം കൊള്ളക്കാരും ചേർന്ന് നടത്തുന്ന മാഫിയ സംഘത്തിന് തലപ്പത്തിരിക്കുന്ന നിങ്ങളുടെ യോഗ്യതയും എനിക്കില്ല. Shut up, you bloody rascal! എന്നാലും ജനങ്ങൾ പറയും മകന്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കൂടെ താമസിപ്പിക്കുന്ന നിങ്ങളുടെ മൊറാലിറ്റിയെ പറ്റി. You dirty scoundrel! അരുത്, ഇല്ലെങ്കിൽ എനിക്കും കൂടി ചിലത് പറയേണ്ടി വരും. ജയൻ, എന്ത് നിലയ്ക്കായാലും എന്റെ കുഞ്ഞിനെ ഇവിടെ എത്തിക്കണം. ആ വൃത്തികെട്ട കുതിരക്കാരന്റെ കൂടെ ഒരു നിമിഷം പോലും നിർത്തിക്കൂടാ. മനസ്സിലായോ? I'll explain that. Once you switch on the lamp, the stars appear and moves towards the edges. And then it starts evolving and you can see
different colors. ബാർബി വേണ്ട. വേണ്ടേ? Please come, sir. Uh-huh. We can see more varieties here. See? It's very nice. 20 rupees only. നൈസ്. This latest one. 50 rupees only, sir. രാഹുൽ, വിഡിതം കാണിച്ചിട്ട് എക്സ്ക്യൂസ് പറയുന്നു. ഇത്ര ഒരു കാര്യത്തിന് 4 സ്ട്രീറ്റ് റൗഡികളെ അയക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? തറവാട്ടി പറഞ്ഞ ആരെയും ഈ ജോലി കിട്ടില്ല. ഏത് നിലയ്ക്കും കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ. ജയൻ, കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാനും അവനും തമ്മിൽ ഒരു കേസ് നിലവിലുള്ളപ്പോൾ നാം തന്നെ ഈ വിധത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് ദോഷമാണ്. നേരിട്ട് ഏറ്റുമുട്ടാതെ വേണം അവനെ തോൽപ്പിക്കാൻ. മകനെ സംരക്ഷിക്കാനാവാത്ത വിധത്തിൽ അവനെ തളർത്തണം. അതിന് ശക്തിയല്ല, ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. എങ്കിൽ അവനവൻ തന്നെ ചെയ്യണം. എനിക്ക് ഇത്രേ പറ്റൂ. കാര്യം മനസ്സിലാകാതെ പിണങ്ങുകയാണോ ചെയ്യുന്നത്? രാഹുൽ കൈവിട്ടു പോയാൽ കുടുംബ സ്വത്തുക്കൾക്ക് തന്നെ പ്രോബ്ലം വരും. അതൊക്കെ റെക്കോർഡിക്കലായി ശരിയാക്കിയെന്നല്ലേ പറഞ്ഞിരുന്നത്? കുട്ടി നമ്മുടെ പൊസിഷനിൽ വന്നാൽ കൂടുതൽ സേഫ് അല്ലേ? അതിനുവേണ്ടിയാണ് പറയുന്നത്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. മനസ്സിലായോ ജയനെ? എന്താ ആലോചിക്കുന്നു? ഗൗതം സൂക്ഷിക്കണം. ഈ തോൽവിക്ക് അവർ പ്രതികാരം ചെയ്യാതിരിക്കില്ല. അമ്മയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞ് നടക്കുന്ന ആ മനുഷ്യനെയാണ് കൂടുതൽ പേടിക്കേണ്ടത്. എൻ്റെ അമ്മ അയാളുടെ അടിമയാണ്. തനിച്ച് കാണുമ്പോൾ അയാളുടെ നോട്ടം പോലും എനിക്ക് സഹിക്കാനാവില്ല. ഒരു രാത്രി പോലും സമാധാനത്തോടെ ഞാൻ ആ വീട്ടിൽ ഉറങ്ങിയിട്ടില്ല. വിശന്നിട്ടല്ല, ചാട്ടി അവന്. മിസ്റ്റർ ഗൗതം, നിങ്ങൾ വീക്ക്ലി ബിൽ പേ ചെയ്തിട്ടില്ലല്ലോ. വൈകിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടി വരും. അതിനു മുമ്പ് പണം കൊടുത്തിരിക്കണം. ശരി ഡോക്ടർ. റൂബി ഫൈനാൻസേഴ്സിന്റെ ചട്ടപ്രകാരം സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ കൊടുക്കാൻ പാടില്ലെന്നാണ്. ഗൗതമിന്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും പണം തരുന്നത്. വൈഫിന് എങ്ങനെയുണ്ട്? അതുപോലെ തന്നെയുണ്ട്. മിസ്റ്റർ ഗൗതം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങളുടെ ഭാര്യയുടെ ക്ഷീണം വർദ്ധിച്ചു വരികയാണ്. രോഗത്തിന് ഒരു കുറവും കാണുന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ, ഈ രോഗത്തിന് ഫലപ്രദമായ ഒരു ചികിത്സയുള്ളൂ, വെരി എഫക്റ്റീവ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും.
മജ്ജ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. എങ്ങനെ ഇത് ചെയ്യണം ഡോക്ടർ? പക്ഷേ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും മാത്രമേ ആ ഫെസിലിറ്റീസ് ഉള്ളൂ. വളരെ എക്സ്പെൻസീവാണ്. അത്രയും പണം ചെലവഴിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ മദറിലോ മിസ്സസ് രാധിക വർമ്മയുമായി ഞാൻ ഇക്കാര്യം നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഞാനത് പറയാതിരുന്നാണ്. അവരിവിടെയുണ്ട്. മകളെ ഇംഗ്ലണ്ടിൽ അയച്ച് ചികിത്സിപ്പിക്കാൻ അവർ തയ്യാറാണ്, എന്ത് ചിലവായാലും. വേണ്ട, എനിക്ക് അവരെ അവതാരി ആവശ്യമില്ല. ഗൗതം, എന്തിനു നീ ഇങ്ങനെ വാശി പിടിക്കുന്നു? സിന്ധു എന്റെ ഭാര്യയാണ്. അവളുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. അവളെ പ്രസവിച്ച അമ്മയാണ് ഞാൻ. സിന്ധുവിന് വല്ലതും സംഭവിച്ചാൽ നിനക്ക് മറ്റൊരു ഭാര്യയെ കിട്ടിയെന്ന് വരും. പകരം എനിക്കൊരു മകളെ കിട്ടില്ല. മിസ്സസ് വർമ്മ, എന്നെ ധിക്കരിച്ചിറങ്ങിപ്പോയ അവൾ എത്ര സഫർ ചെയ്തിട്ടുണ്ടെന്നറിയാം. നീ കാരണം അത് ഞാൻ സഹിച്ചു. പക്ഷെ ഇപ്പോൾ മകൾ അടുത്ത മുറിയിൽ വേദന നിന്ന് കഴിയുമ്പോഴും പഴയ ഗ്രഡ്ജ് വെച്ച് എന്നെ കുറ്റപ്പെടുത്താനും പക പോക്കാനുമാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അതിന് അനുവദിക്കില്ല. അവളെ എങ്ങും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും. ഗൗതം പ്ലീസ്, നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടുന്നത് ശരിയല്ല. പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കണ്ട. വരൂ, കമാൺ. അച്ഛൻ്റെ പഴയ ഒരു സുഹൃത്തെന്ന നിലയ്ക്ക് എനിക്ക് നിന്നോട് സിമ്പതിയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ മിസ്സസ് വർമ്മയുടെ ഭാഗത്താണ്. സ്വാമി, ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് നീ എടുക്കരുത്. രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നാണ് ആവശ്യം. അതിൽ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവിടുത്തെ ചികിത്സയ്ക്ക് മാസങ്ങളോ ചിലപ്പോൾ കൂടെ കൊല്ലങ്ങൾ തന്നെയോ വേണ്ടി വന്നേക്കും. ഇവിടുത്തെ ചികിത്സയ്ക്ക് തന്നെ നീ എത്രമാത്രം കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനി ആരുണ്ട് തരാൻ? അവരോടൊപ്പം അയക്കാന്ന് വെച്ചാല് അന്യരല്ലല്ലോ, അവർ കുട്ടിയുടെ അമ്മയല്ലേ. നീ എന്തിനു വെറുതെ തടസ്സം നിൽക്കുന്നു? അത് കാരണം സിന്ധുവിന് വല്ലതും സംഭവിച്ചു പോയാൽ ജീവിതകാലം മുഴുവൻ ആ കുറ്റബോധം നിന്നെ വേട്ടയാടില്ലേ? അപ്പൊ സ്വാമി പറഞ്ഞു വരുന്നത് ഞാൻ അവളെ അമ്മയോടൊപ്പം അയക്കണം. ഞാൻ പോവില്ല. ഗൗതമില്ലാതെ തനിച്ച് ഞാൻ എങ്ങും പോവില്ല. എല്ലാം ഞാൻ പറഞ്ഞില്ലേ സിന്ധു, എന്റെ പാസ്പോർട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്. ശരിപ്പെട്ട ഉടനെ ഞാൻ അവിടെ എത്തും. വേണ്ട ഗൗതം, മരിക്കാണെങ്കിലും ഇവിടുന്നായാ മതി. ഈ കൈകളിൽ കിടന്ന് അതാ എന്റെ മോഹം. അങ്ങനെ പറയരുത്. ഞാനായിട്ട് അതിന് തടസ്സം നിന്നാൽ എന്റെ വിഷമം നിനക്ക് മനസ്സിലാവില്ല. ഞാൻ കാരണം ഗൗതം അനുഭവിക്കേണ്ടി വരുന്ന വേദന അതാ എനിക്ക് സഹിക്കാനാവാത്തത്. ഞാൻ പോവാം. മോൻ ഉറങ്ങിയോ? ആ, ഉറങ്ങി. മോനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നവരോട് പകരം ചോദിക്കണമെന്നും പറഞ്ഞ് ഇവര് ഇറങ്ങി തിരിച്ചപ്പോ സമാധാനിപ്പിച്ച് ഞാൻ വിളിച്ചോണ്ട് വന്ന. അവരോട് ഞങ്ങൾ ചോദിക്കും. മുഴുവനും റൗഡീസാ, ഹയർഡ് ഗുണ്ടാസ്, പഴനിമുത്തു, സമ്പത്ത്, ആറുമുഖൻ, എല്ലാരും എനിക്കറിയാം. കൂലിത്തല്ലുകാരോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഈ വാടക ഗുണ്ടകളെ അയച്ചവര് വേറെയാ. എന്നാലും ഞങ്ങൾക്കിടെ ഉള്ളപ്പോ ഒന്നും വേണ്ട, എന്റെ മോൻ ഇവിടെ ഉണ്ടല്ലോ. ഇതുപോലെ ഇനിയും ചിലർ വരും. ഇവിടെ ഇനി ആരും വരില്ല. വന്നാ വെട്ട് കൊടുക്കും ഞങ്ങള്. അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ, നമ്മൾ സൂക്ഷിച്ചാ മതി. എല്ലാരും പോയി കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ് ഡേവിഡ്. ഗുഡ് നൈറ്റ്. ദാസ് പുറപ്പെട്ടോ? ഫോണിലായതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറഞ്ഞില്ല. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്.
അവൻ ആ കുഞ്ഞിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് തിരിച്ചു കിട്ടണം. ഗൗതമനോട് ഞാൻ സംസാരിക്കാം. കാര്യം സാധിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് വേറെ വഴി നോക്കേണ്ടി വരും. ഒരു പോലീസ് ഓഫീസർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ മകളുടെ മരണത്തിന് കാരണം അവനാണ്. ഇനി ആ കുഞ്ഞിനെ കൂടെ നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. മരിച്ചുപോയ മകളുടെ സ്ഥാനത്താണ് ഞാൻ അവനെ കാണുന്നത്. വിഷമിക്കണ്ട, ഞാൻ ഒരു വഴി കണ്ടെത്താം. എന്താ ആന്റി? പറയാം മോളെ. ഗൗതം, ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് നിങ്ങളും രാധികാ വർമ്മയുമുള്ള തർക്കം ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ആവശ്യമില്ലാതെ പണവും സമയവും നഷ്ടപ്പെടുത്താന്നല്ലാതെ ഈ കേസ് നിങ്ങൾക്ക് അനുകൂലമെന്ന് കരുതണ്ട. മിസസ് വർമ്മയുടെ ശക്തിയും സ്വാധീനവും നിങ്ങൾക്കറിയില്ലേ? അറിയാം സർ. സാറിനെ പോലെ സ്റ്റേറ്റിലെ DGP ഗ്രേഡിലുള്ള ഒരു ഉയർന്ന പോലീസ് ഓഫീസർ കൊണ്ടുപോലും ഒരു സാധാരണക്കാരനെ വിളിച്ചു വരുത്തി അന്യായമായി ചോദ്യം ചെയ്യാനും വിരട്ടാനും വരെ സ്വാധീനമുള്ളവരാണ് അവരെന്ന് എനിക്കറിയാം. ഇയാൾ തെറ്റിദ്ധരിച്ചതാണ്. പോലീസ് ഓഫീസറായിട്ടില്ല, ഇംപാർഷ്യൽ ഒരു മീഡിയേറ്റർ നിലയ്ക്കാണ് ഞാൻ ഇതിൽ ഇടപെടുന്നത്. ഭാര്യയുടെ ചികിത്സയും പിന്നീട് കുട്ടിയെ ഇംഗ്ലണ്ടിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ കോടതിയും കേസുമായി വേറെയും കുറെ അധികം പണം നിങ്ങൾക്ക് ചിലവായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കുട്ടിയെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആ പണം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. പുറമെ ജീവിക്കാൻ നല്ലൊരു തുകയും. സാറിന്റെ മകനെ വില പറയണോ? അവനെ വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ മറ്റവകാശികളില്ലാത്ത മിസ്സിസ് വർമ്മയുടെ കാലശേഷം അവരുടെ സ്വത്തുക്കൾ മുഴുവൻ കൈയടക്കാവുന്ന മോഹം എങ്കിൽ നിങ്ങൾ വിട്ടിയാണ്. അതുമല്ല ധർമ്മസ്ഥാപനത്തിലേക്ക് പോകും. അവർ തീർത്തു പറഞ്ഞ കാര്യമാണത്. അവരുടെ സെക്രട്ടറിയും അത് പറഞ്ഞോ? ആ ചെറുപ്പക്കാരൻ നാണം കെട്ടവൻ ആ സ്ത്രീയുടെ കൂടെ കഴിയുന്നത് അവരുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ലോ, ഈ പണം മോഹിച്ചല്ലേ. എന്റെ മോനി കാശിന്റെ ആവശ്യമില്ല. താൻ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നു? ആ കുട്ടിയുടെ ഫ്യൂച്ചർ എന്തിനു നശിപ്പിക്കുന്നു? ഒരു പ്രിൻസിനെ പോലെ തന്റെ മോനെ വളർത്താൻ അവർക്ക് കഴിയും. അതിലും വലിയ പണക്കാർ നാട്ടിൽ വേറെയുണ്ട് സർ. ടാറ്റയും ബിർലയും അംബാനിയും പോലുള്ളവര്. അവരാരെങ്കിലും വന്ന് ചോദിച്ചാൽ, സാർ നിങ്ങൾക്കുണ്ടല്ലോ ഒരു മകള്, അവളെ വിട്ടുകൊടുക്കുവോ പ്രിൻസസിനെ പോലെ വളർത്താൻ? ഗൗതം, ധിക്കാരം പറയരുത്. പറയിപ്പിക്കരുത് സർ. ഈ ദേഹത്തിട്ടിരിക്കുന്ന യൂണിഫോമും ഇരിക്കുന്ന കസേരയുടെ പദവിയും ഓർത്ത് നിങ്ങൾ എന്നെ അതിന് നിർബന്ധിക്കരുത്. എടോ, ഇല്ല സർ. ഇതുപോലൊരു അവസരത്തിൽ ഞാൻ ആ സ്ത്രീക്ക് വഴങ്ങിക്കൊടുത്തതുകൊണ്ടാണ് എനിക്ക് ഈ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത്. ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് സിന്ധുവിനെ കൊണ്ടുപോയത് അവളെ എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി മാത്രമായിരുന്നു. പിന്നീട് എനിക്ക് അവളെ ഒരിക്കലും കാണാൻ പറ്റാത്ത വിധത്തിൽ ഇല്ലാത്ത ക്രിമിനൽ കേസുകളിൽ പെടുത്തി എന്റെ പാസ്പോർട്ട് പോലെ അവർ തടഞ്ഞു വെച്ചു. അവസാനം എന്റെ സിന്ധുവിന്റെ ജനം പോലും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത്രയും ക്രൂരത ചെയ്ത ആ സ്ത്രീയോട് ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. എന്റെ മകനെ വീണ്ടെടുക്കാൻ നിങ്ങളെപ്പോലൊരു മധ്യസ്ഥന്റെ സഹായം എനിക്ക് ആവശ്യമില്ല.